ബഹദൂറിന്റെ നേതൃത്വത്തിൽ നാഷണൽ തിയേറ്റേഴ്സ് എന്ന പേരിൽ നാടക കമ്പനി ഉണ്ടായിരുന്നു. വല്ലാത്ത പഹയൻ, മാണിക്യ കൊട്ടാരം, ബർമ ബോറൻ, അടിയന്തരാവസ്ഥ തുടങ്ങിയ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചത് നാഷണൽ തിയേറ്റേഴ്സ് ആണ്. 1970 എറണാകുളത്ത് ഇതിഹാസ് പിക്ചേഴ്സ് എന്ന പേരിൽ ഒരു ചലച്ചിത്ര വിതരണ സ്ഥാപനവും അദ്ദേഹം തുടങ്ങി. അമിതാഭ് ബച്ചനും മധുവും അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രം തിയേറ്ററിലെത്തിച്ചതും യൂസഫ് അലി കച്ചേരിയുടെ സിന്ദൂരച്ചെപ്പ്, മരം എന്നീ ചിത്രങ്ങൾക്കും PMA അസീസിന്റെ മാൻപേട എന്ന ചിത്രത്തിനും സാമ്പത്തിക സഹായം നൽകിയതും ഇതിഹാസ് പിക്ചേഴ്സ് ആയിരുന്നു. നല്ല സിനിമകൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം സിനിമ ഷോ ബിസിനസ് ആയതിനാൽ തന്നെ ഇതിഹാസ് പിക്ചേഴ്സിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. നഷ്ടത്തിലായ കമ്പനി പിന്നീട് അടച്ചുപൂട്ടി. സിനിമാ നിർമ്മാണ രംഗത്തും ബഹദൂർ കൈവച്ചിരുന്നു. ഭരതന്റെ ആരവം, മാൻപേട എന്നീ ചിത്രങ്ങളുടെ നിർമ്മാതാവ് ബഹദൂർ ആയിരുന്നു. ഈ സംരംഭവും സാമ്പത്തികമായി പരാജയമായി. പിന്നീട് തിരുവനന്തപുരം നേമത്ത് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ലാബും തുടങ്ങി. പക്ഷെ അപ്പോഴും ഭാഗ്യം അദ്ദേഹത്തിനൊപ്പമായിരുന്നില്ല. ലാബിന്റെ പണിയെല്ലാം പൂർത്തിയായപ്പോഴേക്കും മലയാള സിനിമ കറുപ്പും വെള്ളയിൽ നിന്ന് കളറിലേക്ക് എത്തി. അതോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബിന്റെ പ്രസക്തി നഷ്ടപ്പെട്ട് അതും പൊളിഞ്ഞു. അവസാനം അഭിനയിച്ച ജോക്കറിൽ സർക്കസ് കമ്പനിയിലെ ജോക്കറായാണ് ബഹദൂർ എത്തുന്നത്. സർക്കസ് കമ്പനിയിലെ മനോരോഗിയായ അബൂക്ക എന്ന ജോക്കർ ദിലീപിന്റെ ബാബുവിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: കോമാളിയുടെ കണ്ണീർ മനസ്സിലിരുന്നാൽ മതി, നെഞ്ചിന് തീപിടിച്ചാലും ചിരിക്കണം. തീക്ഷ്ണമായ ജീവിത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടിയിട്ടും അരനൂറ്റാണ്ട് കാലം കാണികളെ ചിരിപ്പിച്ച നടൻ അയാളുടെ അവസാന സിനിമയിൽ പറഞ്ഞു വെച്ച വാക്കുകൾ.